അൺമാസ്കിംഗ് അനോമലീസ് ഫാക്ട് ചെക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാക്ട് ചെയ്യാൻ പോകുന്നത് സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള ആരിഫ് ഹുസൈൻ. ഇയാൾ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് പറഞ്ഞ ഒരു നുണയാണ്. ഒരുപാട് നുണകൾ ഇയാൾ പറയാറുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നാലെ നമ്മൾ കൂടാറില്ല, അല്ലെങ്കിൽ എല്ലാം എക്സ്പോസ് ചെയ്യാൻ നിന്നാൽ അതിനുവേണ്ടി മാത്രമായിട്ടൊരു ചാനലൊക്കെ വേണ്ടി വരും. പക്ഷേ ഇത് മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഹാർമണിയെ അടക്കം ബാധിക്കുന്ന രൂപത്തിൽ നിരന്തരം ഇത്തരത്തിലുള്ള നുണകൾ പറയുക എന്നുള്ളതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരൊക്കെ ഒരു ഒരു സാഹോദര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അത് തകർക്കാൻ, അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, അപരവൽക്കരിക്കണം, അവരെ വെറുക്കണം, അവർ ഭയപ്പെടണം എന്ന് കാണിക്കാൻ വേണ്ടി വലിയ നുണകൾ പറയുക. അതിൻ്റെ മേലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് തെളിയിക്കാൻ വേണ്ടി പിന്നെയും നുണ പറയുക. ഈ നുണകളുടെ ഒരു ഫാക്ട് ചെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം അയാൾ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് കേൾക്കാം. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെ ഒരു ഇസ്ലാം അജ്മൽ കസബിന് മയ്യത്ത് നിസ്കരിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ തീവ്രവാദിയെ പറഞ്ഞിങ്ങനെ പോവാണ്. മുസ്ലിം തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങൾ ഇങ്ങനെ ഭയങ്കര നെഞ്ചേറ്റാണ്. പക്ഷേ പിന്നെ ഹിന്ദുത്വ തീവ്രവാദികളെ ചെയ്യാറുണ്ടോ? ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ എന്നുള്ളതാണ്. ഏതെങ്കിലും കുറച്ച് ആൾക്കാർ ഇനി ഹിന്ദുത്വ തീവ്രവാദം ചെയ്താൽ തന്നെ ആരും ഇത് മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. എല്ലാവരും അതിനെ എതിർക്കാണല്ലോ ചെയ്യാറുള്ളത്. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ തീവ്രവാദം നടത്തിയ, അല്ലെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദി ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പിന്നെ ബഹുമാനിക്കുന്ന ഗാന്ധിജി. ആ ഗാന്ധിജിയെ കൊന്നതൊരു ഹിന്ദുത്വ തീവ്രവാദിയാണ്, ഗോഡ്സെയാണ്. ആ ഗോഡ്സെയെ ഇപ്പോഴും ആ ഗോഡ്സെയുടെ ഓർമ്മ ദിനം കൊണ്ടാടുക, ആ ഗോഡ്സെയെ പൂജിക്കുക, ആ ഗോഡ്സെയെ പറ്റി നിരന്തരം നല്ലത് പറഞ്ഞു. ആ ഗോഡ്സെയെ പൂജിക്കുന്ന അമ്പലങ്ങളുണ്ട് ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കണം. അതായത് അതിനു വേണ്ടിയുള്ള പ്രത്യേക സ്ഥലങ്ങളും ഏതെങ്കിലും ഒരു ചടങ്ങ്, മയ്യത്തുസ്കാരം പോലെ ഏതെങ്കിലും ഒരു ചടങ്ങല്ല ഇത്. അമ്പലം പണിയ, അതേപോലെ തന്നെ അവരുടെ സ്മൃതി ദിനം കൊണ്ടാടുക. ഒരു തീവ്രവാദിയെ ദൈവമാക്കുന്ന നാടാണിത്, അല്ലെങ്കിൽ തീവ്രവാദിയെ പൂജിക്കുന്ന, തീവ്രവാദിയെ ആരാധിക്കുന്ന നാടാണ്. ആ നാട്ടിൽ എന്തിനാണ് ചോദിക്കുന്നത്? തീവ്രവാദിക്ക് മയ്യത്ത് നമസ്കരിച്ചു എന്ന് പറയുന്ന, സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞ് ഉദ്ധരിച്ചിട്ട് എന്ത് ചെയ്യാണ്, നേരെ കണക്ട് ചെയ്യാണ്. അപ്പുറത്ത് ഇങ്ങനെയല്ലോ സംഭവിക്കുന്നുണ്ടോ? അവിടേക്ക് ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ നിഷ്കളങ്കർ, മുസ്ലിങ്ങൾ മാത്രം. ഈ ലോകത്ത് എല്ലാവരും പാവങ്ങള്. മുസ്ലിങ്ങൾ എന്തോ ഭയങ്കര പ്രശ്നമുള്ള. ഇയാളുടെ മനസ്സൊക്കെ അങ്ങനെ എത്രത്തോളം വിഷലിപ്താവുന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഗോഡ്സെന്റെ വിഷയം മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ആ സ്ഫോടനങ്ങളിൽ ആദ്യം മലേഗാവ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, ഇങ്ങനെയുള്ളതൊക്കെ ആദ്യം മുസ്ലിങ്ങളെയാണ് പ്രതികളാക്കിയത്. പിന്നെ അവരെല്ലാം എന്ന് മനസ്സിലാക്കി അവരെ വിട്ടയച്ച് യഥാർത്ഥ പ്രതികളെ പിടിച്ചു. അക്ഷർധാം ക്ഷേത്ര സ്ഫോടന കേസ് പോലും അത്തരത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവര് അങ്ങനെയുള്ള ഭീകരത ചെയ്ത, തീവ്രവാദം ചെയ്ത അത്തരക്കാരായ ആളുകൾ അവരെ MP ആക്കിയ നാടാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് മാത്രം ഉദാഹരണം എടുത്താൽ മതി. അപ്പോൾ MP ആക്കിയത് മാത്രമല്ല, അത്തരം ആളുകളിൽ ചില ആളുകൾ നേരത്തെ പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് വാർഷികമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുക, അത് മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഗാന്ധിയുടെ പ്രതിമ വെക്കുക, അതിലേക്ക് വെടിവെക്കുക. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഭയങ്കരമായിട്ട് ആഘോഷത്തിൻ്റെ വാക്കുകൾ പറയുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് ഗാന്ധിജിയെ കൊന്നത് ഏതെങ്കിലും രാഷ്ട്രീയ കാരണത്തിലല്ല കേട്ടോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കാം. പക്ഷെ ഗാന്ധിജിയെ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വർഗീയതയാണ്, വർഗീയമായ കാരണങ്ങളാണ്. ഗാന്ധിജിയുടെ മുസ്ലിങ്ങളോടുള്ള മമതയും അതേപോലെ തന്നെ അത് ഒരുപാട് റീസൺസ് ഉണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതെല്ലാം എന്താണ്, ഈ ഹിന്ദുത്വക്ക് വേണ്ടി ഗാന്ധിജി പ്രവർത്തിക്കുന്നില്ല, ആ സമുദായത്തിൽ പെട്ടിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ആശയത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഗാന്ധി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ആത്യന്തികമായ കാരണം. അഥവാ ഗാന്ധിയോട് വർഗീയമായ എതിർപ്പാണ്. ആ വർഗീയമായ എതിർപ്പ് ഓരോ വർഷം തോറും ഏതെങ്കിലും സാധാരണ മനുഷ്യനോ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ സമൂഹം ചെയ്തു പോയ മനുഷ്യന്മാരെ പറ്റിയല്ല, ആ മനുഷ്യന്മാർക്ക് മൂല്യമില്ല എന്നല്ല കേട്ടോ. പക്ഷേ ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ പോലും അത്തരം വർഗീയമായ പ്രവർത്തനം ചെയ്യുകയും ആ പ്രവർത്തനത്തെ നേതൃത്വം കൊടുത്ത ആളെ ദൈവമായി കാണുകയും ആ പ്രവർത്തനത്തെ വർഷം തോറും ആചരിച്ചു വരികയും ചെയ്യുന്ന ഒരു നാട്ടിൽ ആ ആളുകളെ പറ്റിയാണ് പറയുന്നത്, അവരങ്ങനെ ചെയ്യുന്നുണ്ടോ, അവരങ്ങനെ തീവ്രവാദികളെ ഏറ്റെടുക്കുന്നുണ്ടോ? അവരൊക്കെ വളരെ പാവങ്ങളാണ്, ഇവരിതൊക്കെ ചെയ്യുന്നത് വളരെ നിഷ്കളങ്കമായി, വളരെ പാവത്തിലുള്ള ഒരു കർമ്മമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, ഇതിലിപ്പോൾ ഇയാൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ MP ആക്കി, ഭീകരത ചെയ്ത ഒരാളെ MP ആക്കി. അതേപോലെ തന്നെ അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ ഏകദേശം ഇതുപോലെയുള്ള ഒരുപാട് ഇപ്പം ഗുജറാത്ത് കലാപം, അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കൽ, അതൊക്കെ നോക്കിയാൽ എവിടേക്കാണ് ഇത്തരം പ്രതികൾ അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ ആളുകൾ ഇരിക്കുന്നത് കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അതിൽ തന്നെ ചില ആളുകളൊക്കെ കുറച്ചു കാലം ജയിലിലിട്ടു. അവർ തിരിച്ചു വരുമ്പോൾ, ജാമ്യം കിട്ടി അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുക, അവരെ പിന്നെ ഈവൻ മന്ത്രി തലത്തിലുള്ള ആൾക്കാർ പോലും അനുമോദിക്കുക, അവരെക്കുറിച്ച് പറയും. ഇപ്പം ബാബു വജ്രംഗിന്റെ കുറിച്ചൊക്കെ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അവർക്ക് വേണ്ട എല്ലാ സിസ്റ്റമാറ്റിക് സപ്പോർട്ടും കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഇയാൾ പറയുന്നത്
അങ്ങനെ അവിടെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. അതായത് ഗുജറാത്ത് കലാപം മാത്രം എടുക്കുക തീവ്രവാദമല്ലേ? അല്ലെങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കുക, ഒരു പള്ളി പൊളിക്കൽ തീവ്രവാദമല്ലേ? എനിക്ക് എന്താ മനസ്സിലാകുന്നത്? അത് ചെയ്ത ആളുകൾ, നേതൃത്വം കൊടുത്ത ആളുകളും ചില ഭരണപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ വരുമ്പോഴേക്കും അവർ തീവ്രവാദികളല്ലാതായിട്ട് മാറുമോ? തീവ്രവാദം മാത്രമല്ല അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഒന്ന് അവർ ഇത്തരത്തിൽ എന്താ പറയാ വലിയ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ തീവ്രവാദികളല്ലാതായിട്ട് മാറില്ല. മറ്റൊന്ന് ഈ തീവ്രവാദത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, വലിയൊരു സമൂഹം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സമൂഹം എന്ത് ചെയ്യുന്നു, ആ ആളുകളെ ഭയങ്കരമായിട്ട് ദിവ്യമായി പരിഗണിക്കുകയും ഭയങ്കര സംഭവമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അതിനെപ്പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. അവരങ്ങനെ ചെയ്യാറില്ലല്ലോ. എന്നാൽ മുസ്ലിങ്ങൾ, ഇപ്പം മുസ്ലിങ്ങളെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ കശ്മീരിൽ പോയി പിന്നെ കുറച്ച് ആളുകൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അപ്പം അന്ന് മുസ്ലിം സൊസൈറ്റി അവരോട് സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് ഇവിടെ മാധ്യമങ്ങളിലടക്കം വാർത്ത ചെയ്താണ്. അവിടെ ഒരിക്കലും ഈ പറഞ്ഞ സ്വീകരണമോ മറ്റു കാര്യങ്ങളോ അല്ല കാണുന്നത്. അവരെ മുസ്ലിം സൊസൈറ്റി തന്നെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക്. ഇതിന് സമാനമായ ഒറ്റ കേസെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജിയെ കൊല്ലുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, അതേപോലെ തന്നെ ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് സ്വീകരണം കൊടുക്കുന്നത്, അതേപോലെ തന്നെ തീവ്രവാദികളെ ദൈവമായി ആരാധിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന് ഏതെങ്കിലും ഉദാഹരണം നിങ്ങൾക്ക് പറയാം. നമുക്ക് ബാക്കി നോക്കാം. അജ്മൽ കസബിന് എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് മയ്യിത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന വാർത്ത പിന്നീട് തെറ്റാണെന്ന്. തെറ്റൊന്നുമല്ല, അത് ഇവിടെ അടുത്തുള്ള പള്ളിയാണ്, നമുക്കറിയുന്നതാണ്. ഓക്കെ, തൃക്കാക്കര. അതൊരു പത്രമാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ് അതിനുള്ളത്? ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഒസാമ ബിൻ ലാദന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുള്ള. അപ്പം ഒന്ന് അജ്മൽ കസബിന് വേണ്ടി അതിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ ഇടങ്ങറായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ്. അപ്പോൾ ഇത് ഏകദേശം കുടുങ്ങിയെന്ന് മനസ്സിലായി. കാരണം ഇതിങ്ങനെ പറഞ്ഞു അത് മുസ്ലിം സമൂഹത്തിന്റെ നേലേക്ക് ആ നിലക്ക് ആരോപിക്കാൻ ശ്രമിക്കുമ്പോൾ അവതാരകൻ തന്നെ പറഞ്ഞു അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അത് തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കേവല പത്രവാർത്ത കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത നുണ. എന്നാലും ഒരു നുണ ഇങ്ങനെ പൊളിയുമ്പോൾ അടുത്ത നുണ അടുത്തിടുക, എന്നിട്ട് അത് പറയുന്നത് കേട്ടുള്ളൂ. ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്ന പള്ളി ഏത് പള്ളി? ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു പള്ളിയാണ്. പേര് പറയാമോ? എന്തിന്, അതിപ്പോ പറയണ്ട. ഇതില് ഭയങ്കര ഒരു രസമുണ്ട്. ഇതിൽ ഓരോന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തത് ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു എന്ന് വെച്ചാൽ മറ്റടുത്ത് ഇങ്ങനെ പൊളിയുമ്പം ഇത് അടുത്തെടുക്കുകയാണ്. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഉള്ള, ഇത് എറണാകുളത്താണ്, ഈ രണ്ട് വ്യക്തികൾ എറണാകുളത്താണ് മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി നുണ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ ഉള്ള പള്ളിയാണോ എന്നുള്ളതൊക്കെ നോക്കട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു അടുത്ത നുണ ഇറക്കി. അത് അവതാരകൻ അപ്പം തന്നെ ചോദ്യം ചെയ്തപ്പോൾ അത് പള്ളി എന്നിട്ട് പേരൊന്നും പറയാൻ പറ്റില്ല. നോക്കാം. അത് നിങ്ങൾ എടുക്കോ? അതൊരു നെസസറി ആയിട്ടുള്ള, അത് നിങ്ങൾ എടുക്കോ? ഇങ്ങനെ താങ്കൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പം അതേത് പള്ളി ഞാൻ പറയണൊന്നും നിങ്ങൾ എടുക്കില്ല. അങ്ങനെയല്ല, പിന്നെ ചോദിച്ചു പിന്നെ തെറ്റും. മൈത്രേനാകാൻ നോക്കി. മൈത്രേൻ പറയും, മൈത്രേന് കുറച്ച് അറ്റ്ലീസ്റ്റ് ആ ഒരു ഗാംഭീര്യത്തിൽ പറയാൻ തന്നെ എനിക്ക് പറ്റും. അത് ഞാൻ പറയുന്നത് എടുത്താൽ മതി, എന്നോട് ചോദ്യം ചോദിക്കേണ്ടത് മൈത്രേനെ പറയുമ്പോൾ അതിൻ്റെ ഒരു രസമെങ്കിലും ഉണ്ട്. ഇയാളിത് പറയണം, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇന്റർവ്യൂ വരുന്നതെന്ന് വെച്ചാൽ പറയുന്നൊക്കെ കേട്ട് തലകുത്തി തിരിച്ചു പോകാനാ. അതായത് മുപ്പര് പറയുന്നത് എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കില ഞാൻ പറയില്ല. അപ്പൊ എന്താ പറയാ, ഒരു ആ ഒരു സമയത്ത് ഒരു സീൻ ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സംഭവിക്കാൻ നടക്കുന്നില്ല. പിന്നെ ആൾക്കാർ വിടൂല്ലോ, സ്വാഭാവികല്ലേ. എത്ര വലിയൊരു നുണ പറഞ്ഞാൽ പിന്നെ തെളിവ് കൊണ്ടുവരാതെ അതൊന്നും ആലോചിച്ചു. അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കൂലേ, ഇമാതിരി നുണ പറഞ്ഞിട്ട് എന്താ ചോദ്യം ചെയ്യാത്തതെന്ന് ചോദിക്കൂലേ. ആ ഇന്റർവ്യൂറെ പണി പോകും. നമ്മള് താങ്കളൊരു എക്സ് ഹോമിയോപ്പത്താണ്, ഒരു വ്യക്തി അനുഭവം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ വ്യക്തി അനുഭവങ്ങൾ ഒന്നും നിങ്ങൾ എടുക്കില്ല. അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം വീട് കിട്ടിയില്ല, അത് അയാളുടെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ആയിക്കൂടെ? ഒരാൾക്ക് അങ്ങനെ ഉണ്ടായി എന്നതിന്റെ പേരിൽ ഒരെണ്ണം അല്ല, അതിന് സമാനമായ മറ്റൊരു ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കാത്ത മുസ്ലിങ്ങളില്ലേ? അതോ അതായത് സെയിം കാര്യം. ഇപ്പൊ താങ്കളോടൊപ്പം ഈ പറയുന്ന ഒസാമ ബിൻ ലാദന്റെ മയ്യിത്ത് നിസ്കാരം കൂടിയ കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അത് എടുക്കുന്ന യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതുണ്ടാവില്ല, ചിലപ്പോൾ ഇയാൾ ഒറ്റക്ക് സ്കെച്ച് ഉണ്ടാവും. ഏതാ ആ പള്ളി പോയിട്ട് ഇയാൾ ഒറ്റക്ക് സ്കെച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാളെങ്കിലും കൂടെ നിസ്കരിക്കാൻ കിട്ടൂലേ? ഉരുളുന്ന കണ്ടോ കേട്ടോ. നിങ്ങൾക്ക് ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 10 ആള് വേണം. നിങ്ങൾ പറഞ്ഞ കഥ എടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ തെറ്റി വീണ്ടും തെറ്റിയതാ പ്രശ്നം. പെട്ടെന്ന് പിണങ്ങി കാണും. ഉപ്പര് പറഞ്ഞു, ഉപ്പര് വെച്ചാൽ ഞാൻ വന്ന് പറയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈത്രേൻ എഫക്ട് ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ അത് നടക്കണില്ല, ഉപ്പർക്ക് അതിനുള്ളൊരു പഞ്ചില്ല. അപ്പോൾ ഞാൻ വന്ന് പറയും, ഒരു തെളിവും ചോദിക്കരുത്. ഇതെന്ത് ധാഷ്ട്യാണ്. അഥവാ പറയുന്ന കാര്യത്തിന് തെളിവില്ല എന്നുള്ളതോ അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ തനിക്ക് തന്നെ ഉറപ്പില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. അജ്മൽ കസബിന്റെ വിഷയം ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ബിൻ ലാദൻ എടുത്തിട്ടാണ്. പിന്നെ അത് ഏറ്റവും വലിയ കുടുങ്ങലായി. അപ്പോൾ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ തെളിവും ചോദിക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് എന്തോ അത് എടുത്തോളണം.
എങ്ങനെയാണ് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? എങ്ങനെ? അല്ല ഇങ്ങനെയാണെങ്കിൽ എന്തും പറഞ്ഞൂടെ? അതെ, ആർക്കും വന്ന് എന്തും പറയാലോ. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു അയ്മൻ ലവാഹിരിയെ മുസ്ലിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഐസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞൂടെ? എന്നിട്ട് തെളിവ് വെക്കുമ്പോ ഇന്റർവ്യൂ വേണ്ട, താങ്കൾ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാലും മതി. വേണ്ടെന്നേ. ഏത് പള്ളിയിൽ വെച്ചാണ്? ഞാൻ നിങ്ങളോട് ചോദിച്ചോ ഏതാ വീടെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. ഇല്ല. ഏതാ വ്യക്തിന്ന് ഞാൻ ചോദിച്ചോ? താങ്കൾക്കറിയാം ആ വ്യക്തി നുണ പറയുന്ന, അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത ആളാണ് പിന്നെ ഈ ഇന്റർവ്യൂ കൊണ്ട് കാര്യം. അങ്ങനെയല്ല, നിങ്ങൾ അത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി. ഞാൻ പറയുന്നത് വിശ്വസിച്ചോളാ. ഞാൻ കുറെ കളവ് പറയുന്നത് വിശ്വസിച്ചോളാം. ആരെ പറയും? സ്വയം നുണ പറയുന്ന ആള് എന്നിട്ട് ആ ആങ്കർ പോയിട്ട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. മൈത്രേനാവാൻ നോക്കണ്ട. അല്ല, ഇന്റർവ്യൂക്ക് വയ്ക്കാണ്. എന്നിട്ട് പറയണേ ഞാൻ പറയുന്നത് എടുക്കുമെങ്കിൽ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയല്ല, കാരണം നമ്മൾ പറയുന്ന സ്ഥലം അത് നിങ്ങൾക്ക് പറഞ്ഞാലേ ഇത് വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഒരു ഭാഷ നിങ്ങൾ പറഞ്ഞാൽ ഭാഷയല്ല, അതായത് ഭാഷ നമ്മളിപ്പോ പറയുന്ന ഇതൊക്കെ ഇനി അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വീഡിയോയിൽ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ആദ്യമായിട്ടും നല്ലത് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ ഇഷ്ടംപോലെ തവണ. അപ്പൊ ആകട്ടെ അളിഞ്ഞു, ആകെ മൊത്തത്തിൽ പിന്നെ പ്രശ്നമായി. അപ്പൊ ഏതായാലും ഇങ്ങനെ പച്ച നുണ പറയാം. ഇനി അത് നുണ പറഞ്ഞു, അത് ക്ലിപ്പ് ഈ ചാനലുകാരൻ എടുത്ത് പുറത്തിട്ടു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾ ഇത്രയും നുണ പറയുന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു മാത്രമല്ല, തെളിവ് കൊടുക്കാനുള്ള വിസമ്മതിയും അല്ലെങ്കിൽ തെളിവ് എടുക്കാൻ പറ്റാത്ത ഉരുണ്ട് കളിക്കണതൊക്കെയാണ് ആൾക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ഇയാൾ പറയുന്ന നുണയാണെന്നുള്ള ഉറപ്പിലേക്ക് എത്താൻ കാരണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ, ഏതെങ്കിലും ഒരു പള്ളിന്റെ പേര് ഇയാൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഉറപ്പാണ് ഇയാൾ നാട് ഒട്ടുക്കും പോസ്റ്റ് അടിച്ചെടുക്കും. മുമ്പേ പറഞ്ഞു നടക്കുമായിരുന്നു. പക്ഷെ എന്നിട്ട് അത് ഇല്ലാത്തോണ്ടാണ് അവിടെ ഉരുണ്ടത്. അപ്പൊ ഇത് വൈറലായി, ആളുകൾ ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് നുണ പറയുന്നത്? ഓൾറെഡി കുറെ നുണ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ നുണ പിന്നെയും പറയേണ്ടതില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം ഈ നമ്മുടെ ഹുരി ഉസ്താദൊക്കെ നന്നായി ഒന്ന് തേച്ച് വിട്ടപ്പോൾ ഇയാൾക്ക് പിന്നെ ഗത്യന്തിരമില്ലാതെ ഇയാൾ ഒരു കാര്യം ഫേസ്ബുക്കിലൂടെ പറയാണ്. ആ പറയുന്ന ഇയാൾക്ക് വെച്ചാൽ ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയുന്ന ഇത്രയും തൊലിക്കട്ടിയുള്ള ഒരു വ്യക്തി കേരളത്തിൽ ലോകത്തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സംശയമാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. ഉസാമ ബിൻ ലാദന് മയ്യിത്ത് നിസ്കരിച്ച പള്ളി ചാത്തമംഗലം ജുമാ മസ്ജിദ് കോഴിക്കോട്. എറണാകുളത്തിന് തൊട്ടടുത്ത്. നേരത്തെ ആൾ പറഞ്ഞത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ്. എറണാകുളത്താണ് ഇന്റർവ്യൂ. എറണാകുളത്ത് തൊട്ടടുത്ത് കോഴിക്കോട് ചാത്തമംഗലം പള്ളിയിലാണ് നിസ്കരിച്ചത്. അപ്പൊ എന്താ സംഭവം? എന്താ ഇത് ഇത്രയും ആകെ അളിഞ്ഞു. പിന്നെ മൊത്തത്തിൽ എല്ലാവരും ചോദ്യം വന്നു. ഇയാളുടെ അണികൾ പോലും പൊതുവേ തീരെ ചിന്തിക്കാത്ത ആളുകളാണ് ഇയാളുടെ അണികള്. അവര് പോലും ചോദിക്കുന്ന അവസ്ഥ വന്നപ്പം അവരുടെ ചിന്താശേഷിയെ പോലും ഉണർത്തുന്ന ഒരു പ്രസ്താവന. കാരണം വെച്ചാല് ഒന്ന് ഈ നുണ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യങ്ങൾ വരും എന്നുള്ളത് ഇയാൾ ആലോചിച്ചില്ല. അവിടെ പോയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ളതാണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ നോണ എന്തായാലും അടിച്ചു വിടുകയാണ്, ഏതോ ഒരു പള്ളി പിന്നെ അടിച്ചു വിടുകയാണ്. അങ്ങനെയാണ് പിന്നെ എറണാകുളത്തുള്ള വല്ല പള്ളിയും പറഞ്ഞാൽ പോരെയെന്നോ. അപ്പൊ ഇത് ചാത്തമംഗലം ജുമാ മസ്ജിദ് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പൊ എന്താ അത് അങ്ങോട്ട് അടിച്ചു വിട്ടാൽ മതി. നേരത്തെ ഇയാളുടെ ഒരു നിലവാരം നമ്മൾ കണ്ടല്ലോ. ഞാൻ പറയും നിങ്ങൾ കേട്ടാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും പള്ളിയെ വെച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ അത്ര ഉരുളുന്ന സമയത്ത് മൂപ്പര എന്തെങ്കിലും പിടിച്ചിക്കാൻ പറയും. കാരണം അത്രയും ഇടങ്ങറായിട്ടുണ്ട് ഇന്റർവ്യൂല്. ഇന്റർവ്യൂവർ വിടാതെ ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞെടുക്കൂലേ, എന്നാൽ തെറ്റി, ഞാൻ പിണങ്ങി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുന്ന ആ ഒരു മൊമെന്റിലുണ്ടല്ലോ, ആ ഒരു മൊമെന്റിൽ ചാത്തമംഗലം പള്ളിയെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ചായ എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നു, ക്ലൂ തരാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ നുണ പറഞ്ഞു. ഇനി അതും പൊളിഞ്ഞു. ആ പിന്നെ രക്ഷപ്പെടാൻ പറഞ്ഞ ആ നുണയും പൊളിഞ്ഞു. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രമേയം ചാത്തമംഗലം മുസ്ലിം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി 28/19/2025 അവർ പുറത്തിറക്കിയിട്ടുള്ള ഒരു നോട്ടീസാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രമേയമാണ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുന്ന വ്യക്തി 26/10/2025 തീയതിയുമായി ചെയ്ത വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ആരോപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്. ഇത് തികച്ചും സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ്. ചാത്തമംഗലം ജുമാ മസ്ജിദിന്റെ ചരിത്രത്തിൽ ഒരു തീവ്ര വർഗീയവാദിയുടെ പ്രവർത്തനങ്ങൾക്കും ആശയങ്ങൾക്കും പിന്തുണ കൊടുക്കുകയോ അത്തരം ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തതാണ്. മേലിലും അത്തരം പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടാണ് ചാത്തമംഗലം മഹല്ല് കമ്മിറ്റിക്കുള്ളത്. ആയതിനാൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന വ്യക്തിയുടെ മേൽപ്പറഞ്ഞ വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റും ചാത്തമംഗലം ജുമാ മസ്ജിദിനും മഹല്ല് കമ്മിറ്റിക്കും മഹല്ല് നിവാസികൾക്കും മഹല്ല് അംഗങ്ങൾക്കും അപകീർത്തികരവും സൽപ്പേരിന് പൊതുജനമധ്യത്തിൽ പേരുദോഷം വരുത്തുന്നതിന് ഇടയാക്കുന്നതുമാണ്. ഇത്തരം വീഡിയോയും പോസ്റ്റും വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ ശത്രുതയും ഭിന്നതയും വെറുപ്പും ഉണ്ടാക്കുന്നതാണ്. അതിനാൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന വ്യക്തിയുടെ ഇത്തരം നടപടികളെ ചാത്തമംഗലം മുസ്ലിം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ശക്തമായി അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം മൂസ ഹാജി പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ ഇറക്കാണ്. ഇത്ര കൃത്യമായിക്കൊണ്ട് ഇത് ഞങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ആളുകളല്ല എന്നുള്ളത്, അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും, ഇവിടെ ഒരു വർഗീയവാദിക്കും തീവ്രവാദിക്കും ഒരു ഇടമില്ല എന്നും പ്രഖ്യാപിച്ച ഒരു പള്ളിയെക്കുറിച്ച് നുണ പറയാം. എന്നിട്ട് ഇത്
ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവിടെ ആങ്കർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ലല്ലോ ഒറ്റക്കാലിലും നിസ്കരിച്ചിട്ടുണ്ടാവുക. നിസ്കരിക്കാം. ഒരാളായിക്കോട്ടെ, ഇത് നമുക്ക് കുറേ കാലം മുമ്പുള്ള നിസ്കാരത്തിന്റെ വീഡിയോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരാളെങ്കിലും കൂടെ നിസ്കരിച്ച ഇത് ഒരാളെങ്കിലും ചാത്തമംഗലത്തെ കേട്ടോ, എറണാകുളത്ത് നിന്ന് ചാത്തമംഗലം മഹല്ല് പള്ളിയിൽ വന്ന് ജുമ കൂടി പ്രത്യേകം ബിൻ ലാദന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വന്നു പോയ ആളുകൾ അങ്ങനൊന്നും കേരളത്തെ മുന്നിൽ കൊണ്ടുവരരുത്. ചാത്തമംഗലത്ത് സ്വാഭാവികമായിട്ടും മഹല്ല് നിവാസികൾ ജുമക്ക് പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അവിടെ പള്ളിയുള്ളത്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും പോകുന്ന ആളുകൾ ഉസാമ ബിൻ ലാദൻ മരണപ്പെട്ട സമയത്ത് അങ്ങനെ പോയൊരു 10 or 15 ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒന്ന് തെളിവിന് കൊണ്ടുവരും. നിങ്ങൾ പറഞ്ഞ കാര്യം നുണയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അത് ഇയാൾക്കും അറിയാം, കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും നുണ പറയാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇങ്ങനെ നുണ പറയേണ്ടുന്ന എന്തൊരു ആവശ്യമുള്ളത്. ഇയാൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ വെറുപ്പ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഈ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അനാവശ്യമായ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അത് തന്നെ പ്രത്യേകം ചില പള്ളികളെയും ആളുകളെയും അടക്കം വെച്ചുകൊണ്ട് ഇങ്ങനെ നുണ പറയുന്നത് എന്തിനാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത് എന്താ വെച്ചാൽ എന്ത് സുഖമാണ് ഇതിലൂടെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചില മനുഷ്യന്മാർ തമ്മിൽ ഭയങ്കര ദേഷ്യമുണ്ട്, ചില മനുഷ്യന്മാർ തമ്മിൽ ഭയങ്കര ശത്രുത ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് എന്ത് സുഖം നിങ്ങൾ അനുഭവിക്കുന്നത്? ഇപ്പോൾ 2 മനുഷ്യർ സന്തോഷം ജീവിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, ബാസിക്ക് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ടാവും, ക്രൈസ്തവ സുഹൃത്തുക്കളുണ്ടാവും. ഈ മനുഷ്യനെ എന്നെ കാണുമ്പോൾ ഒരു ദേഷ്യം വന്നതുകൊണ്ട് എന്താണ് ആരിഫിന് കിട്ടുന്നത്? അതൊക്കെ എന്തെങ്കിലും ഉള്ള കാര്യം, ഞാൻ അവനോട് ചെയ്ത വല്ല കാര്യമോ എൻ്റെ മനസ്സിൽ അവന് ശരിക്കും അവനെതിലുള്ള വല്ല കാര്യമോ ഒക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ. ഇത് നിങ്ങൾ പറയുന്ന എത്രാമത്തെ കാര്യമാണ്? അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന 100 കണക്കിന് വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ വീഡിയോയിൽ ഈ ചാനലിൽ മാത്രം നിങ്ങളുടെ എത്ര നുണകളാണ് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്? അതും ഈ ഭിന്നതയും വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്ന എത്രത്തോളം നുണകൾ. ഇത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ മനുഷ്യൻ്റെ മനസ്സിലുള്ള വിഷം കാരണം, അത് ഈ മനുഷ്യൻ്റെ മനസ്സിലുള്ള വിദ്വേഷം കാരണം ഇയാൾക്കെതിരെ വേണമെങ്കിൽ കേസ് പോലും എടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ഇപ്പോൾ അത്രത്തോളം വലിയ ഭിന്നതയും അത്രത്തോളം വലിയ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ പറയുന്ന കളവിലൂടെ ഉണ്ടാക്കുന്നത്. കളവിലൂടെ, പച്ചനുണയിലൂടെ. എത്രത്തോളം പച്ചനുണകൾ ഇവിടെ തന്നെ വലിച്ചു കയറപ്പെട്ടു. ഫാക്ട് ചെക്ക് സീരീസ് എടുത്ത് പരിശോധിക്കുക. ഈ ചാനലിലുള്ള ആളുകൾ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എടുത്ത് പരിശോധിക്കുക. ഇവിടെ പ്ലേ ലിസ്റ്റിൽ ഫാക്ട് ചെക്ക് സീരീസ് ഉണ്ട്. അതിൽ ആ വ്യക്തി പറഞ്ഞ, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം പറഞ്ഞ ഒരുപാട് കളവുകൾ കാണാൻ കഴിയും. അതിൽ തന്നെ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന അനേകം കളവുകൾ കാണാൻ കഴിയും. ഇനി നുണ സീരീസ് എന്ന് പറയുന്ന വേറൊരു സീരീസ് ഉണ്ട്. അതിൽ ഈ വ്യക്തി പറഞ്ഞ ഒരുപാട് കളവുകൾ കാണാൻ കഴിയും. ഈ വ്യക്തി തന്നെ ഞാൻ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ക്ലിപ്പ് കാണാൻ കഴിയും. എന്നിട്ടും ഇത്തരം മനുഷ്യന്മാർക്ക് ഒന്ന് വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെ എന്താ പറയുക, മാനക്കേടാണ്. ഈ മനുഷ്യൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ആൾക്കാർ എന്നുള്ളത്. അത് കേട്ടിട്ട് നിങ്ങളെ സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ട്? നുണ പറയുമെന്ന് ആവർത്തിച്ച് പറയുന്ന, നുണ പറയുന്ന അനേകം തവണ തെളിയിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ വീഡിയോ കാണാൻ ഇപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സ്വയം പ്രബുദ്ധർ എന്നൊക്കെ വിളിച്ച് ആരെങ്കിലും ആത്മാഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം എന്താ പറയുക, ലജ്ജിക്കണം, നാണിക്കണം. കാരണം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് നിങ്ങളെ സമയം അർഹിക്കുന്നത്, നിങ്ങളെ എഫേർട്ട് അർഹിക്കുന്നത്, നിങ്ങളെ ഡിവൈസ് അർഹിക്കുന്നത്, നിങ്ങളെ ബാക്കി സൗകര്യങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തി അർഹിക്കുന്നത്? ഇനി അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ നുണക്കൊന്ന് മാപ്പ് പറയോ, അല്ലെങ്കിൽ നുണ പറ്റിപ്പോയി എന്ന് പറയോ, വിശദീകരണം തേടുകയോ, അല്ലെങ്കിൽ എന്താ പറയുക അത് ആവർത്തിക്കില്ല എന്നൊരു വാക്ക് തിരികെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ. ആ വ്യക്തി പറഞ്ഞത് ഞാൻ നുണ ഈ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും, നുണ പറയൽ ഏർപ്പാടാക്കുന്നു എന്നാണ്. അപ്പം അങ്ങനത്തെ മനുഷ്യന്മാരെ അവഗണിക്കുക എന്നുള്ളൊരു അടിസ്ഥാന ക്വാളിറ്റിയെങ്കിലും പ്രബുദ്ധരായിട്ടുള്ള മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പിന്നെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ഒരു പക്ഷേ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇയാളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, 2-3 കാര്യങ്ങളുണ്ട്. ഉസാമ ബിൻ ലാദൻ അയാൾക്ക് വേണ്ടി മയ്യത്ത് സ്കരിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇയാൾ പറഞ്ഞത് നുണയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ ഉസാമ ബിൻ ലാദനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ചില മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിൽ ഈ കനൽ പദങ്ങളിലെ സിംഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉസാമ ബിൻ ലാദനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയതായിട്ട് നമുക്ക് ഇവർ ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചില കമ്മ്യൂണിസ്റ്റ് ഇപ്പം ജി സുധാകരനെ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉസാമ ബിൻ ലാദനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉസാമ ബിൻ ലാദൻ ഇങ്ങനെയുള്ള കുറേ ഭീകര പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷമല്ല അത് സംഭവിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു പിക്ചർ ഉണ്ട് ഒരാളെ പറ്റിയിട്ട്, അത് ചരിത്രത്തിലെ പിക്ചറാണ്. ആ പിക്ചർ വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് അഥവാ ആ പ്രശ്നങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ മനുഷ്യന്മാർക്കൊക്കെ ആ പിക്ചർ എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. നമുക്കിന്ന് 2025 ഉസാമ ബിൻ ലാദൻ ആരാണ്, എന്തായിരുന്നു എന്നതിനെ പറ്റിയുള്ള ധാരണ ആ വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആ വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലഘട്ടത്തിൽ എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ട് നമ്മൾ ഒരിക്കലും ധരിച്ചുകൊണ്ട് ആവരിക്കരുത് ആ വാർത്ത കാണേണ്ടത്. ആ ആളുകൾക്ക് അന്ന് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് അവരെടുത്ത നിലപാടുകളെ അങ്ങനെ തന്നെ കാണാൻ കഴിയണം.
ഏത് ചരിത്രമാണെങ്കിലും ആ ഒരു പക്വത നമ്മൾ ചരിത്ര വായനയിൽ കാണിക്കണം. കാരണം എന്താ ഇതിന്റെ ഒരു സാഹചര്യം പറയാം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ അതുപോലെ തന്നെ ചില മുസ്ലിം പ്രസിദ്ധീകരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അവർ ഇന്ന് നമ്മൾ കാണുന്ന അൽ ഖായിദ എന്ന് പറയുന്നതിന്റെ ആശയം ഉൾക്കൊണ്ടോണ്ടൊന്നല്ല, മറിച്ച് അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അല്ലെങ്കിൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക എന്ന് പറയുന്ന ശക്തി, ആ വൻ ശക്തി, സാമ്രാജ്യത്വ ശക്തി മുസ്ലിം നാടുകളിൽ, പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലെ അതേപോലെ തന്നെ ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അധിനിവേശം ചെയ്യുകയും, ഇറാഖ് ആ സമയത്ത് യുദ്ധം നടന്നിട്ടില്ല, അതിനു മുമ്പുള്ള സമയമാണ്. അപ്പം മറ്റ് പല നാടുകളിലും ഈവൻ സോവിയറ്റ് യൂണിയന് പിന്നെ നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അമേരിക്കയോട് അത്തരത്തിലുള്ളൊരു കാര്യമുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം നാടുകളിലേക്ക് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ അമേരിക്കയെ കാണുന്നത്. അപ്പോൾ ആ അമേരിക്ക നിരന്തരം ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും രണ്ട് മുസ്ലിം രാജ്യങ്ങളെയും നിരന്തരം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഭീകരത ഉണ്ടാക്കുകയാണ്, അവിടെയുള്ള വിവിധ മിലീഷ്യകൾക്ക് ആയുധം കൊടുത്തിട്ട് തമ്മിൽ തല്ലിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യം ചെയ്യുന്ന ഒരു വലിയ ഒരു പിന്നെ ആഗോളതലത്തിൽ തന്നെ വലിയൊരു തിന്മയായി അമേരിക്കയെ കാണുന്ന ഒരു സാഹചര്യം. അങ്ങനെ അതിനാണെങ്കിൽ എഫക്റ്റീവായി അതിനൊരു മറു ശബ്ദം അല്ലെങ്കിൽ മറു ശക്തി ഉണ്ടാവാത്തൊരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉസാമ ബിൻ ലാദനെ പോലെയുള്ള ചില ആൾക്കാർ, ചില മിലീഷ്യകൾ വന്നിട്ട് ഇവരെ എതിർക്കുന്നത്. അപ്പോൾ ആളുകളുടെ മനസ്സിൽ വലിയൊരു തിന്മ ചെയ്യുന്ന, ലോകം മൊത്തം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെ എതിർക്കാൻ ആരെങ്കിലുമൊക്കെ വന്നല്ലോ എന്ന നിലക്ക് സാമ്രാജ്യത്വ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു എന്ന നിലക്കാണ് ആരെങ്കിലും, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രസിദ്ധീകരണങ്ങളോ ഉസാമ ബിൻ ലാദനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അന്ന് ഈ അമേരിക്കക്കെതിരെ പോരാടുന്ന എല്ലാവരും ഹീറോകളാണ്. അത് ഒസാമ ബിൻ ലാദൻ എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് ഒരു ഭീഷണിയാണ്. ആ ഭീഷണി ഉണ്ടാക്കുന്ന ആരാണോ ഉള്ളത് ആ വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വിപ്ലവകാരി എന്നാണ് അന്ന് കാണുന്നുണ്ടോ. ഒസാമ ബിൻ ലാദൻ അമേരിക്കക്ക് ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഗമല്ല അത് നമ്മൾ മനസ്സിലാക്കണം. ഒസാമ ബിൻ ലാദനെ ഉണ്ടാക്കിയതും ഒസാമ ബിൻ ലാദന്റെ മിലീഷ്യക്ക് പിന്നിലും ഒസാമ ബിൻ ലാദനെ വളർത്തിയതും ഒസാമ ബിൻ ലാദന് ട്രെയിനിങ് കൊടുത്തതും മുഴുവൻ അമേരിക്കയാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് ചരിത്രം പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. അത് വേറെ വിഷയം. ഇല്ല, അന്ന് സംബന്ധിച്ച് ഒസാമ ബിൻ ലാദൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു സൈഡിൽ നിന്ന് ഒരു വിപ്ലവകാരി ഉയർന്നു വരുന്നു. ആ വിപ്ലവകാരിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇല്ലാതാക്കുന്ന, മുസ്ലിം രാജ്യങ്ങൾ ഇല്ലാതാക്കുന്ന, എല്ലായിടത്തും അധിനിവേശം നടത്തുന്ന സാമ്രാജ്യ ശക്തിയായിട്ടുള്ള, ലോകത്ത് മുഴുവൻ ആധിപത്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഭയങ്കര എല്ലാവർക്കും ത്രെറ്റായിട്ട് വളരുന്ന ഒരു വലിയൊരു സാമ്രാജ്യത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു പോരാളിയും ഒരു വിപ്ലവകാരിയുമാണ് ഒസാമ ബിൻ ലാദൻ. അന്ന് ആ വീക്ഷണത്തിൽ അന്ന് അവർ കാണുന്നത്. സ്വാഭാവികമായിട്ടും ആ അമേരിക്കക്കെതിരെയുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ഒസാമ ബിൻ ലാദനൊപ്പം നിൽക്കുന്നു. അത് നമുക്ക് കേരളത്തിലും വളരെ മതേതരത്വത്തിലുള്ള അല്ലെങ്കിൽ വളരെ മതനിരപേക്ഷമായി മാത്രം ലോകത്ത് നോക്കിക്കാണുന്ന, മതത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു അലൈൻമെന്റോ ഒരു അഫിലിയേഷനോ ഇല്ലാത്ത ആളുകൾ പോലും എന്ത് ചെയ്യുന്നു? ഒസാമ ബിൻ ലാദനൊപ്പം നിൽക്കുന്നു. അത് പിന്നീട് സമയത്ത് പ്രത്യേകം ഓരോ സമയത്തും പറയുന്നത്, കാരണം ഇത് ക്ലിപ്പാക്കി പോരുത്, അതുകൊണ്ട് പറയുന്നത് ഇത് ആ സമയത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവരങ്ങനെയാണ് കണ്ടത്. പക്ഷെ പിന്നെയാണ് ഈ ഇദ്ദേഹത്തിന്റെ വളരെ തീവ്രമായ ചിന്തകളും തീവ്രമായ മതവായനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉസാമ ബിൻ ലാദൻ നമ്മൾ സ്ഥിരം ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഉസാമ ബിൻ ലാദൻ ചോദിക്കുകയാണ്, സ്ത്രീകളെയും കുട്ടികളെയും ഇന്നസെൻസിനെയും കൊല്ലുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉസാമ ബിൻ ലാദന്റെ മറുപടി, ആ നിയമങ്ങൾ കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളല്ല. എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഇങ്ങനെ നിരപരാധികളെ കൊല്ലരുത്, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്ന് പറയുന്ന നിയമം, അത് ഇസ്ലാമിൽ നിയമം ഉണ്ടെങ്കിലും അത് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളല്ല. അവർ ഞങ്ങളോട് ചെയ്ത് ഞങ്ങൾ തിരിച്ചും ചെയ്യും. ഒരു വിപ്ലവ ചിന്തയിൽ ചിലപ്പോൾ ഇതൊരു ന്യായീകരിക്കപ്പെടുന്ന ചിന്തയായിരിക്കാം. പക്ഷേ അതിന് ഒരു വളരെ തീവ്രമായ ഒരു മുഖമുണ്ടാകുന്നു, ഒരു തീവ്രവാദം എന്ന് പറയുന്ന അവസ്ഥ. ഒസാമ ബിൻ ലാദൻ ഇസ്ലാമിനെ വായിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇപ്പോഴും ആവശ്യമുണ്ട്, ആ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? പ്രമാണത്തെ മാറ്റാം, പ്രമാണത്തെ മാറ്റിമറിക്കാം. ഏതുപോലെ ഇന്ന് ലിബറൽ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള റാഡിക്കലായിട്ടുള്ള മുസ്ലിങ്ങളോ ചെയ്യുന്നത് പോലെ ഇവർ കാണുന്നത് ലിബറൽ മാനാണ്. അപ്പോൾ ലിബറൽ മാനങ്ങളും മൂല്യങ്ങളും ഇവർക്ക് ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു ആവശ്യകതയായിട്ട് തോന്നുന്നു. അതിനനുസരിച്ച് പ്രമാണത്തെ മാറ്റാമെന്ന് ഇവർ ചിന്തിക്കുന്നു. അതേ തോട്ട് പ്രോസസ്സാണ് അന്ന് ഉസാമ ബിൻ ലാദൻ ഉണ്ടായിരുന്നത്. പക്ഷെ അയാളുടെ അന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീവ്രമായ വിപ്ലവം നടത്തലായിരുന്നു. ആ വിപ്ലവത്തിനനുസരിച്ച് അയാൾ പ്രമാണത്തെ മാറ്റി. ഇന്ന് ലിബറലുകൾ അവരുടെ ആശയത്തിനനുസരിച്ച് പ്രമാണത്തെ മാറ്റുന്നത് പോലെ. അപ്പോൾ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രമാണത്തെ മാറ്റാമെന്ന് പറയുന്ന ആളുകളെ അന്നും മുസ്ലിം നേതൃത്വം എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കുന്നുണ്ട്. ഇന്ന് ലിബറൽ മുസ്ലിങ്ങൾ എതിർക്കുന്നത് അതേ ബേസിലാണ്. അന്ന് തീവ്രവാദം കൊണ്ടു നടന്ന അല്ലെങ്കിൽ തീവ്രവാദത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെ എതിർത്തതും അതേ ബേസിലാണ്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ആ വിപ്ലവ ചിന്തയാണ് പ്രമാണത്തെ അങ്ങനെ വായിപ്പിക്കാൻ കാരണമായത്. പ്രമാണമല്ല അയാൾ അങ്ങോട്ട് എത്തിച്ചത്. പ്രമാണമായിരുന്നു അയാൾ അങ്ങോട്ട് എത്തിച്ചതെങ്കിൽ പ്രമാണം അയാൾക്ക് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളാവുമായിരുന്നു. അവിടെ പ്രമാണം വെച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അയാൾ സമൂഹത്തിലേക്ക് നോക്കുമായിരുന്നു. മറ്റേത് സമൂഹത്തിൽ അയാൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അയാളുടെ അന്നത്തെ കാലത്ത് ആവശ്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? അയാൾ പ്രമാണത്തെ ഉപയോഗിച്ചു. ആ പ്രമാണത്തെ ഉപയോഗിക്കാൻ അയാൾക്ക് കാരണമായ അന്നത്തെ കാലത്ത് ചിന്ത അയാൾ ഉണ്ടാക്കിയത് ആരാണ്?
അമേരിക്ക അടക്കമുള്ള ശക്തികളാണെന്നുള്ളത് നമുക്ക് മറ്റു പല സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ആ ഒരു രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. യെസ്, മാത്രമല്ല ഇതിൽ പിന്നെ ഇത് വെറും ഉസാമയുടെ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് വലിയ കേരളത്തിൽ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സദ്ദാം ഹുസൈൻ ഹീറോ ആണ്. അതെ, അന്ന് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഇത്. കാരണം അദ്ദേഹത്തിന്റെ ആ വധശിക്ഷ എന്നൊക്കെ പറയുന്നത് കേരളം മുഴുവൻ, ടി വി ഒക്കെ വളരെ കുറവുള്ള കാലത്തായിട്ട് പോലും കേരളം മുഴുവൻ എല്ലാവരും എങ്ങനെയൊക്കെ കണ്ട് അതിന്റെ 3GP ക്ലിപ്പുകളൊക്കെ, അപ്പൊ അത്രയും വലിയ അന്ന് ഹർത്താൽ പോലും ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഈ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിലുള്ള ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഹർത്താൽ ആചരിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ്? കാരണം അത്രമേൽ വലിയൊരു സാമ്രാജ്യത്വ വിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും അത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല കേട്ടോ, അത് പിന്നെ ഹർത്താലിനെ കേരളത്തിന്റെ പൊതുബോധം അന്നും ഇന്നും പൊതുബോധത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് ഇടത് സംഘടനകൾക്കാണ്, എസ്പെഷ്യലി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ്. അപ്പൊ അന്ന് അവർക്ക് ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു പൊതുബോധത്തെ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ മാറി മാറി ഭരണത്തിൽ വരുമെങ്കിൽ പോലും പൊതുബോധം എന്ന് പറഞ്ഞാൽ ഇടത് പൊതുബോധമായിരുന്നു കേരളത്തിന്റെ. അത് നിയന്ത്രിക്കാൻ പറ്റുന്ന വ്യക്തമായ പാർട്ടി സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതിന് മാസികകൾ ഉണ്ടായിരുന്നു, വാരികകൾ ഉണ്ടായിരുന്നു, ശാസ്ത്ര സാഹിത്യ പലതരത്തിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തമായി കേരളത്തിന്റെ പൊതുബോധത്തെ നിയന്ത്രിച്ചു. ആ പൊതുബോധത്തിൽ സദ്ദാം ഹുസൈനെ ഹീറോ ആക്കി. അഥവാ എങ്ങനെയാണോ അവർ സഖാവ് ചെഗുവേരെ അവതരിപ്പിച്ചത്, എങ്ങനെയാണോ ഫിദൽ കാസ്ട്രോനെ അവതരിപ്പിച്ചത്, അതേ തീവ്രതയിൽ ലോകം ഇപ്പോൾ ലോകത്ത് നഷ്ടമായ, ലോകത്ത് സാമ്രാജ്യത്വങ്ങൾ ഇല്ലാതാക്കിയ വലിയൊരു വിപ്ലവകാരിയായിട്ട് അവരെന്ത് ചെയ്തു, സദ്ദാം ഹുസൈനെ പ്ലേസ് ചെയ്തു. അത് അവർക്ക് സദ്ദാം ഹുസൈനോടോ സദ്ദാം ഹുസൈൻ്റെ ആശയത്തോടോ സദ്ദാം ഹുസൈൻ്റെ മതത്തോടുള്ള ഒരു അഫിലിയേഷൻ കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സദ്ദാം ഹുസൈനെ കുറിച്ച് നമുക്കിപ്പം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സദ്ദാം ഹുസൈൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹം അധികാരം കിട്ടിയപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ പലതും ക്രൂരതകൾ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് അമേരിക്ക ചെയ്ത കാര്യത്തിലായിരിക്കുന്നല്ലോ കേട്ടോ. അമേരിക്ക ചെയ്ത ഏറ്റവും വലിയൊരു ഭീകരതയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം. അത്രമേൽ സംസ്കാരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചരിത്രം ഉണ്ടായിരുന്ന രാജ്യത്തെ ഇന്ന് ഒന്നുമല്ലാതാക്കി, ഒരു നാമാവശേഷമാക്കി എന്ന് പറയുന്ന രൂപത്തിലേക്ക്. 5 ലക്ഷത്തോളമാണ് അവർ അവിടെ മരുന്നുപരവത്തിലൂടെ മാത്രം കൊല ചെയ്ത കുട്ടികൾ. മലയിച്ചോക്കണം എത്രത്തോളം തീവ്രമായിട്ടുള്ള ഇടപെടലാണ് അമേരിക്ക. ഇന്ന് പോലും ലിബറൽ മൂല്യങ്ങളുടെ, ജനാധിപത്യ മൂല്യങ്ങളുടെ ഒക്കെ ഭയങ്കര വക്താക്കളായിട്ട് പറയുന്ന അമേരിക്ക ഇന്നും അവർ അതിനെ ഒരുപക്ഷെ ന്യായീകരിക്കുന്നുണ്ടാവും. ചെയ്ത വൃത്തികേട് മനസ്സിലാക്കണം. അതിനെയോ ആ രാജ്യത്തിന്റെ എന്തൊക്കെ പറഞ്ഞാലും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കൊല്ലാനുള്ള അധികാര അവകാശമോ അവർക്കില്ല. അപ്പോൾ അവർ ചെയ്ത സദ്ദാം ഹുസൈനോട് ചെയ്ത കാര്യമോ ഇറാഖിനോട് ചെയ്ത കാര്യമോ ഒന്നും ശരിയല്ല. അറ്റ് ദി സെയിം ടൈം സദ്ദാം ഹുസൈനും വളരെ പവിത്രമായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക അത്ര ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു വ്യക്തിയോ അല്ല. ഒരു സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരുപാട് വലിയ സ്റ്റാൻഡുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ലോകം മുഴുവൻ ഇതിന് അമേരിക്കക്ക് കീഴൊടുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ വളരെ വോക്കലായി അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതൊക്കെ വളരെ ശരിയായ ഒരു കാര്യമാണ്. ആദ്യം അമേരിക്കയുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു അത് സദ്ദാം ഹുസൈൻ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എനിവേ ഇറാഖിനെ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ ഇറാനെതിരെയും മിഡിൽ ഈസ്റ്റ് ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നൊക്കെ ചെയ്തിരുന്നത് ഇറാഖിനെ വെച്ചിട്ടായിരുന്നു അമേരിക്ക. അതിനുവേണ്ടി സദ്ദാം ഹുസൈനും അമേരിക്കനും വലിയ കരാറുണ്ടായിരുന്നു. ശേഷം അത് പിണങ്ങുകയും തെറ്റുകയും ചെയ്യുന്ന നോർമൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഒരു എന്താ പറയാ തുടർച്ചയാണ് ആ സംഭവങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അങ്ങനെ സദ്ദാം ഹുസൈൻ ഇവിടെ ഹീറോ ആയിരുന്നു. അതേപോലെ തന്നെ ഉസാമ ബിൻ ലാദനെ ഹീറോ ആയിട്ട് കണ്ടിരുന്നു. പക്ഷേ ഉസാമ ബിൻ ലാദൻ്റെ പ്രവർത്തികൾ അതിനും അപ്പുറത്തേക്ക് പോയപ്പോൾ തീവ്രമായ പല പ്രവർത്തനങ്ങൾ, അൽഖായ്ദ പിന്നീട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒക്കെ പിന്നീട് ആളുകൾ കണ്ടപ്പം പല ആളുകളും അദ്ദേഹത്തിനെ പിന്നെ ആ നിലക്ക് ഗ്ലോറിഫൈ ചെയ്തെന്നും പിന്നോട്ട് പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ മുസ്ലിങ്ങൾ അടക്കം ആദ്യം ഈ രൂപത്തിൽ ചില മാസികകളിലെങ്കിലും അദ്ദേഹത്തെ ആ രൂപത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ കാരണം ഇതാണ്. ഈ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ നമ്മളിങ്ങനെ നോക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണ് ഉസാമ ബിൻ ലാദൻ എന്നൊരു തീവ്രവാദി, ഇവരോ മുസ്ലിങ്ങൾ അയാളെ പ്രകീർത്തിക്കുന്നു. ഇത് അന്ന് പ്രകീർത്തിക്കുന്ന ബാക്കി ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, വിസ്മരിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ട് പ്രകീർത്തിച്ചു എന്നതിന്റെ കോണ്ടെക്സ്റ്റ് പോലും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഇതുപോലെയാണ് വിസ്മയം പോലെ താലിബാൻ. അത് സ്ഥിരമായി വിസ്മയം എന്ന് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് വിസ്മയം പോലെ താലിബാൻ എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എങ്ങനെ വരുന്നത്? താലിബാന്റെ ആശയങ്ങളെല്ലാം സ്വീകരിച്ചു അല്ല, മറിച്ച് അവിടെ അമേരിക്ക എന്ന് പറയുന്ന ഇതേ കോണ്ടെക്സ്റ്റ് ആണ്. അവിടെ അമേരിക്കക്കെതിരെ ഒരു എഫക്റ്റീവായി ഒരു തിരിച്ചൊരു ഇപ്പം വിയറ്റ്നാമും അഫ്ഗാനിസ്ഥാനുമാണ് ഇതിന് ഒരു ഉദാഹരണമായിട്ടുള്ളത്. വിയറ്റ്നാമിൽ നമ്മുടെ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അമേരിക്കയെ തറപറ്റിച്ചു. ഇതിപ്പോ വിസ്മയം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിയറ്റ്നാമിനെ പറ്റി പറയുന്നത് എങ്ങനെയാണോ അതേ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ വിയറ്റ്നാമിൽ അടക്കം പോയ ഒരാളാണ്. അവിടെയുള്ള ഗറില്ല ആ യുദ്ധമുറകളും ആ സാധനങ്ങളൊക്കെ അവിടെ കണ്ട ഒരാളാണ്. എനിക്ക് അത് കാണുമ്പോൾ അടക്കം എനിക്ക് ആ പോരാളികളോട് ഒരു ബഹുമാനമാണ് വരിക. കാരണം അവരുടെ ആശയത്തോട് ശക്തമായ വിയോജിപ്പുണ്ടാകുമ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തോട് പൂർണ്ണമായ വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം വിയറ്റ്നാമിൽ എന്താണ് ചെയ്തു കൂട്ടിയതെന്ന് എനിക്കറിയാം.
ആ അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാമിലെ പോരാളികൾ അവർ കമ്മ്യൂണിസ്റ്റാണ്, അവരുടെ ആശയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്, ഒരിക്കലും അവർ ചെയ്ത രീതിയോടും എനിക്ക് വിയോജിപ്പുകളുണ്ട്. എന്നാൽ പോലും അവർ പോരാടി നിന്നു, പിന്നെ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് പ്രതിരോധിച്ച് നിന്നു എന്ന് കാണുമ്പോൾ, അവരുടെ ആ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അവരോട് ബഹുമാനമാണ് തോന്നുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു തിന്മ ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന അമേരിക്ക എന്ന് പറയുന്ന ശക്തിയോട് പ്രതിരോധിച്ച് നിന്നവരാണ് വിയറ്റ്നാമുകാർ. ആ ഒരു ബഹുമാനം എനിക്കുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വിയറ്റ്നാം പിന്നെ അനുഭവ കഥ എഴുതുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയും വിയറ്റ്നാം പോരാളികൾ എന്ന് ഞാൻ എഴുതും. അതിൻ്റെ അർത്ഥം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ല. ഇതേപോലെ തന്നെയാണ് താലിബാനിലെ ഫൈറ്റേഴ്സ്, അവിടെയുള്ള ഗോത്രീയമായ പല ഗോത്രങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഫൈറ്റേഴ്സാണത്. അവർ പിന്നെ അമേരിക്ക പോലുള്ളൊരു വൻശക്തിയോട് പ്രതിരോധിച്ച് നിന്നു മാത്രമല്ല, അതിനെ ഒരു പരിധി വരെ അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റാൻഡായി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ സാമ്രാജ്യത്വത്തെ തദ്ദേശീയരായ ആളുകൾ പോരാടി തോൽപ്പിച്ചല്ലോ എന്ന ഒരു കാര്യത്തിൽ അവരോടൊരു മമത ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതാണ് അവിടെ താലിബാനെ അങ്ങനെ പറയാൻ കാരണം. അല്ലാതെ താലിബാൻ്റെ എല്ലാ ആശയങ്ങളോടും അവരുടെ മത കാഴ്ചപ്പാടുകളോടും എല്ലാത്തിനോടും യോജിക്കുന്ന ആളുകളായതുകൊണ്ടല്ല. ഇത് കോമൺ സെൻസ് ആണ്. ജിയോ പൊളിറ്റിക്സിൽ മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവർക്ക് ഇത് ഒന്നുമില്ല. ഒന്ന് ജിയോ പൊളിറ്റിക്സിന് നാടോടി കഥകളായിട്ട് അമർ ചിത്രകഥകളായിട്ട് വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും. ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്കൊരു കാര്യം, അഫ്ഗാനിസ്ഥാനും താലിബാനെയും കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈന പിന്തുണക്കുന്ന പോലെ രാജ്യമല്ല. അതായത് ഇസ്ലാമിക രാജ്യങ്ങളല്ല അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ. ഇപ്പോ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഈ താലിബാനോട് ഒരു ഇത് കാര്യം ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പം പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്താൽ പാകിസ്ഥാനെ ദുർബലമാക്കാൻ പറ്റും. അത് കണ്ടുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ താലിബാന്റെ ആ തൊപ്പിയും തലപ്പാവും ഇനി മോടിയിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഔദ്യോഗികമായി ഇതുവരെ ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഹമാസിനെതിരെയോ അല്ലെങ്കിൽ എന്താ പറയുക ഫലസ്തീനെതിരെയോ പുറപ്പെടുവിക്കാൻ പറ്റിയിട്ടില്ല, പുറപ്പെടുവിക്കൂല ഇന്ത്യ. കാരണം ഇന്ത്യ എത്രയോ കാലമായി പിന്തുടരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രോ ഫലസ്തീൻ പൊസിഷനാണ്. അതിനർത്ഥം എന്താണ്, ഇന്ത്യൻ ഗവൺമെൻറ് എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പ്രതിനിധികളായിട്ടുള്ള ഈ ആളുകൾക്ക് ഇപ്പോൾ ഫലസ്തീനിലെ ആളുകളോട് മമത ഉണ്ടെന്നാണോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണോ? അല്ല. അതായത് ഇത് ഒരേപോലെയാണ് കമ്പാരിസൺ എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ജിയോ പൊളിറ്റിക്സിലെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളോ ആശയങ്ങളോ പ്രത്യശാസ്ത്രങ്ങളോ മതമോ ഒന്നും മോട്ടിവേറ്റഡ് അല്ല. അതിന് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വേറെ റീസൺസ് ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ആ തരത്തിൽ രാഷ്ട്രീയം വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ചിന്തയും കാരണം ഇത് ആലോചിക്കാവുന്ന കാര്യമല്ലേ. അത് പിന്നെ മൊത്തം സാമ്രാജ്യത്വ വിരുദ്ധ വെയ്വ് ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് വരുന്നവരെ സ്വാഭാവികമായിട്ട് ഗ്ലോറിഫൈ ചെയ്യപ്പെടും. അതിൽ പിന്നെ അവരിൽ ചില ആൾക്കാർ എക്സ്ട്രീം ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ തള്ളിക്കളയും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉസാമ ബിൻ ലാദൻ ആദ്യം ഒരു പോരാളിയായിട്ട് ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു അൽഖായിദയൊക്കെ കണ്ടപ്പോൾ സംഭവം ഇത് വേറെയാണെന്ന് മനസ്സിലായി, അവരെ പിന്നെ ഡിസോൺ ചെയ്തു. അതേപോലെ തന്നെ ചരിത്രം വായിക്കുമ്പോൾ ഉണ്ടാവേണ്ട ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരാളെ പറ്റി എടുക്കുന്ന നിലപാട്, അതിനുശേഷം ആ വ്യക്തിയെ പറ്റി ലേറ്ററായി എല്ലാ ഒരുവിധ ഇൻഫർമേഷനും കളക്ടറായിട്ട് അയാളെ പറ്റി കിട്ടിയ പിക്ചർ കൊണ്ട് നമ്മൾ എടുക്കുന്ന നിലപാട് പോലെ ആവില്ല എന്ന് പറയുന്ന അടിസ്ഥാന ഒരു എന്താ പറയുക ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ചരിത്ര വായനയിൽ കാണിക്കണം. അതില്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ പോലും ഞെട്ടിപ്പോവും. കാരണം ചില ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് ചില ആൾക്കാർ പെരുമാറിയ രീതി, അവിടുത്തെ നിലപാട്, ചില സമയത്ത് കൺഫ്യൂഷൻ. ഈ ഒരാൾ പറയുമ്പോൾ ഇന്ന നിലപാട് അംഗീകരിക്കണ്ടേ നമുക്ക് തോന്നും. അംഗീകരിക്കേണ്ട വിട്ടേക്ക്, കാരണം നമുക്കറിയാം ഇയാൾ തിന്മയുടെ ആളാണെന്ന് അറിയാം. ആ നമ്മളുടെ അറിവ് ആ സമയത്ത് നിൽക്കുന്ന ആ മറ്റേ മനുഷ്യനില്ലാന്ന് ഉള്ള ബേസിക് ക്വാളിറ്റി നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസർ അന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്കറിയാലോ, അപ്പോൾ അത് ഇയാൾക്കും അറിയണമല്ലോ. അതറിഞ്ഞുകൊണ്ട് ഇയാൾ അതിനെതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വായിക്കുന്നതെങ്കിൽ നമ്മളുടെ ആ വായന തെറ്റാണെന്നാണ് അർത്ഥം. അപ്പോൾ ചരിത്രം വായിക്കുന്ന സമയത്ത് ആ കോണ്ടെക്സ്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിറ്റി കാണിക്കണം എന്നുള്ളതാണ്. ഈ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന വ്യക്തി ആ ക്വാളിറ്റി കാണിക്കുന്ന പ്രതീക്ഷയോടല്ല നമ്മൾ പൊതുവായിട്ട് പറഞ്ഞാണ്. ഇയാൾക്ക് ഇതൊന്നും ബാധകമല്ല, ഇയാൾ വെറുതെ നുണ പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നിലക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ധാരണ ഉള്ളവരായിരിക്കും, പൊതുജനം അങ്ങനെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാളെ പോലുള്ള ആളുകളുടെയൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മനസ്സിലായെങ്കിലോ എന്ന് വിചാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത്തരം പിന്നെ ഇതിൽ ഫാക്ട് ചെക്ക് ചെയ്തതിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ 3 നുണകൾ പറഞ്ഞു, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ നുണകൾ പറഞ്ഞു, അതൊക്കെ തെറ്റാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.